വേറെ കറികൾ പോലും വേണ്ട ആവശ്യമില്ല. ചെറുവപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിതൊരു ചെമ്മീൻ ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിന് ക്ലീൻ ആക്കി വെച്ചേക്കുന്ന ചെമ്മീൻ, ചെറിയ ചെമ്മീൻ കുറച്ച് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്, ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് പെപ്പർ പൊടി, കുരുമുളക് പൊടിയെ, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ, കുഞ്ഞൻ ചെമ്മീൻ നമുക്ക് എണ്ണയിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ ചെമ്മീൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞൻ ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഫ്രൈ ചെയ്ത ചെമ്മീനിനെ നമുക്ക് എടുക്കാം. ഇതുണ്ടോ, ഫ്രൈ ആയി ചെമ്മീൻ നമ്മൾ കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തന്നെ കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് മുറിച്ചെടുക്കാം. ഇഞ്ചി നമ്മൾ റോസ്റ്റ് ചെയ്യുന്നതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ചെയ്യണം. അതൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് കേട്ടോ. ഗോൾഡൻ കളറാകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് കറി ലീവ്സും കുറച്ച് മുളകപ്പൊടി ലീവ്സ്, അത് ആവശ്യം ഓപ്ഷനാണ്. മുളക് നമുക്ക് ഇച്ചിരി ആവശ്യം തോന്നും, രുചിക്ക് സ്പൈസ് ഇഷ്ടം തോന്നുവാണെങ്കിൽ മുളക് ആവശ്യമാണെങ്കിൽ ഇത് ചേർക്കാം കേട്ടോ. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അരിയിടുക. അരിയിട്ട് നന്നായിട്ട് നമ്മളുടെ ചെമ്മീൻ, ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഫിനിഷിംഗ് ആണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു ഉരുളപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. വേറെ കറികൾ പോലും വേണ്ട ആവശ്യമില്ല. ചെറുവപ്പൊടിയും കൂടെ ചെമ്മീൻ ചോറ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ